പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാദിവ്യകാരുണ്യത്തിന് ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇത് പ്രാപിപ്പാൻ ഇത് കൃപയതാൽ യേശുവേ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇത് പ്രാപിപ്പാൻ ഇത് കൃപയതാൽ യേശുവേ പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും പാപിയായിരുന്നൊരു കാലത്തും അഭക്തനായൊരു നാളിലും ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ ക്രൂശിനു ശത്രുവായി ജീവിച്ച നാളിലും നീ എന്നെ സ്നേഹിച്ചല്ലോ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇത് പ്രാപിപ്പാൻ ഇത് കൃപയതാൽ യേശുവേ സ്വർഗീയ നാടവകാശമായി നിത്യമാം വീടെനിക്കൊരുക്കി നീ സ്വർഗീയ നാടവകാശമായി നിത്യമാം വീടെനിക്കൊരുക്കി നീ എന്നെയും ചേർക്കുവാൻ മേഘത്തിൽ വന്നിടും ഭാഗ്യനാളോർത്തിയിടുമ്പോ എന്നെയും ചേർക്കുവാൻ മേഘത്തിൽ വന്നിടും ഭാഗ്യനാളോർത്തിയിടുമ്പോ എന്തു കണ്ടു ഇത്ര സ്നേഹിപ്പാൻ ഇത്ര മാനിപ്പാൻ യേശുവേ യോഗ്യനല്ല ഇത് പ്രാപിപ്പാൻ
ഇതു കൃപയതാൽ യേശുവേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യവും ഞങ്ങളോട് കൂടെ വസിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു നിമിഷം ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ കരങ്ങളെ യാതനരവിധിൽ പിടിച്ച് അല്പസമയം നമ്മൾ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തുതിച്ച് ആരാധിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായി നമുക്ക് കർത്താവിനോട് ആത്മാവിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെയും കർത്താവ് ഈ രാത്രിയിൽ അവിടുത്തെ അനന്തമായ കാരുണ്യത്താൽ നിറയ്ക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ പ്രിയപ്പെട്ടവരെയും മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും കുഞ്ഞുമക്കളെയും നമ്മുടെ ജോലി മേഖലകളെയും വരുമാന മാർഗങ്ങളെയും നമുക്കുള്ള സകലത്തെയും നമുക്ക് ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, 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 ആരാധന. കർത്താവേ ആരാധന, 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 ആരാധന. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവേ ആരാധന. ദൈവമേ നന്ദി പറയുന്നു ഈശോയെ. ഞങ്ങളൊക്കെ സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ, നന്ദി പറയുന്ന ഈശോയെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പ്രിയപ്പെട്ട ദൈവമക്കളെ, അല്പസമയം നമ്മൾ ഈശോയുടെ സന്നിധിയിൽ, ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിൽ നമ്മൾ ഈശോയുടെ വചനം ശ്രവിച്ച് നമ്മളായിരിക്കുന്നു. നമ്മൾ അനുഗ്രഹീത കുടുംബത്തെക്കുറിച്ച് ഏതാനും ആരാധനകളിലൂടെ നമ്മൾ ധ്യാനിക്കുകയാണ്. ചുരുങ്ങിയ വചനങ്ങളിലൂടെ നമ്മൾ ദൈവത്തിൻ്റെ മനസ്സ് നമ്മുടെ കുടുംബങ്ങളെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കുകയാണ്. നമ്മൾ കുടുംബത്തിൽ ഒരപ്പൻ്റെ സ്ഥാനം എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ആരാധനയിലൂടെ നമ്മൾ ചിന്തിച്ചു. അതുപോലെ തന്നെ ഒരു കുടുംബത്തിൽ ഭാര്യയുടെ സ്ഥാനം എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ കുടുംബത്തിൽ മക്കളുടെ സ്ഥാനത്തെയാണ്, അനുഗ്രഹീത സ്ഥാനത്തെയാണ് നമ്മൾ തിരുവചനങ്ങളിലൂടെ, ഏതാനും വചനങ്ങളിലൂടെ നമ്മളൊന്ന് ധ്യാനിക്കുന്നത്. ദൈവവചനത്തിലൂടെ ഇത് ഓരോ മക്കളും അറിഞ്ഞിരുന്നാൽ അവർക്ക് ദൈവത്തെ എന്നതുപോലെ തന്നെ മാതാപിതാക്കളെയും ബഹുമാനിക്കാനും ആദരിക്കാനും അവർക്ക് വിധേയപ്പെടുവാനും സർവോപരി അവരെ അനുസരിച്ച് അനുഗ്രഹത്തിലേക്ക് വരുവാനും സാധിക്കും. ഇന്ന് പലപ്പോഴും കുടുംബത്തിൽ മക്കൾക്ക് മാതാപിതാക്കളെ അനുസരിക്കാൻ കഴിയാതെ പോകുന്ന ഒരവസ്ഥയുണ്ട്. മക്കളെ ആത്മീയമായി നേടിയെടുക്കാൻ കഴിയാതെ പോകുന്ന ഒരു അധപതിച്ച അവസ്ഥ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുണ്ട്. ദൈവഭക്തിയില്ലാതെ ജനിക്കുന്ന മക്കൾ അത് അനുഗ്രഹത്തിൻ്റെ അടയാളമല്ല എന്നാണ് വചനം പറയുന്നത്. പ്രഭാഷകന്റെ പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവഭയമില്ലാത്ത മക്കൾ ഉണ്ടാകുന്നതിനേക്കാൾ ഭേദം അനബത്യനായി മരിക്കുന്നതാണ്. അപ്പോൾ മക്കൾ നമുക്ക് ആവശ്യമാണ്, മക്കൾ ജനിക്കണം. കർത്താവ് നമ്മളെ ആശീർവദിക്കുന്നുണ്ട്. ഉദരഫലം ഒരു സമ്മാനം എന്നാണല്ലോ സങ്കീർത്തനം 127:3 പറയുന്നത്. കർത്താവിൻ്റെ ദാനമാണ് മക്കൾ, ഉദരഫലം ഒരു സമ്മാനവും. മക്കൾ ജനിക്കുന്നത് ദൈവത്തിൻ്റെ ദാനങ്ങളായിട്ടാണ്. ഉദരഫലം ഒരു സമ്മാനമാണ്. സമ്മാനം കൊടുക്കുന്നത് എപ്പോഴും പ്രിയപ്പെട്ടവർക്കാണ്. നമ്മൾ ദൈവത്തിന് പ്രിയപ്പെട്ടവരായി മാറുമ്പോഴാണ് ദൈവം നമുക്ക് ഈ സമ്മാനം നമുക്ക് നൽകുന്നത്. ഒരു ദാനമായി നൽകുന്ന, സമ്മാനമായി നൽകുന്ന അമൂല്യ നിധികളാണ് മക്കൾ എന്ന് മാതാപിതാക്കൾ കുടുംബത്തിൽ മനസ്സിലാക്കിയിരിക്കണം.
എത്രയോ ദമ്പതികളാണ് മക്കളില്ലാതെ വേദനിച്ച് കഴിയുന്നത്. എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം എന്താണ്? പുരുഷന്റെയോ ഭാര്യയുടെയോ ഭർത്താവിന്റെയോ ഭാര്യയുടെയോ ഏതെങ്കിലും തരത്തിലുള്ള പ്രത്യേകമായ കഴിവ് മൂലമല്ല മക്കൾ ജനിക്കുന്നത്. ഒരുപക്ഷെ വൈദ്യശാസ്ത്രം പറയും മക്കളുണ്ടാകാൻ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും തടസ്സമൊന്നും കാണുന്നില്ല, പക്ഷേ മക്കൾ ഉണ്ടാകുന്നില്ല. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെയാണ് വചനം പറയുന്നത് ഉദരഫലം ദൈവത്തിൻ്റെ ദാനമാണ്, കർത്താവിൻ്റെ സമ്മാനമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവകരങ്ങളിൽ നിന്ന് മക്കളെ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കുടുംബജീവിതത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്നു വന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ മക്കൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി വേണം മക്കൾക്ക് ജന്മം നൽകാനായിട്ട്. വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വന്നു കഴിയുമ്പോൾ മക്കൾക്ക് ജന്മം നൽകുവാൻ ദമ്പതികൾ ഒത്തിരിയേറെ പ്രാർത്ഥിച്ച് ഒരുങ്ങണം. പ്രിയപ്പെട്ടവരെ, ശരീരത്തിൻ്റെ പരിശുദ്ധിയിൽ നിന്നും മനസ്സിൻ്റെ നൈർമല്യത്തിൽ നിന്നും ജഡികതയിൽ നിന്നല്ലാതെ ആത്മാവിൽ മക്കൾ ജനിക്കാനായിട്ട് ഇടവരണം. അങ്ങനെയാണ് ദൈവത്തിൻ്റെ മക്കൾ ജനിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ തോബിത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് ഏറെ സുപരിചിതമായ കാര്യമാണല്ലോ. തോബിത്ത് വിവാഹത്തിൻ്റെ രാത്രിയിൽ ഭാര്യയുടെ കരം പിടിച്ച് അവൻ അത്യുന്നതനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിക്കുന്നുണ്ട്. അവിടെ പറയുന്നത്, ഞാൻ ഇവളെ സ്വീകരിക്കുന്നത് നിഷ്കളങ്കമായ പ്രേമത്താലാണ്, ജഡികമായ താല്പര്യത്താലല്ല. ഇന്നത്തെ കുടുംബജീവിതങ്ങളിൽ പ്രിയപ്പെട്ട ദൈവമക്കളെ, ജഡികമായ താല്പര്യമാണ് ഇന്ന് മുന്നോട്ട് നിൽക്കുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ ഭയത്തോടെ മനസ്സിലാക്കേണ്ടതാണ്. ദൈവഭയമില്ലാതെ ജീവിക്കുന്ന മക്കള്, ദൈവത്തിൽ വിശ്വാസമില്ലാത്തവര്, ദൈവകൽപ്പനകളും ചട്ടങ്ങളും അറിയാതെ ജീവിക്കുന്നവര്, അവർക്ക് ഒരുപക്ഷെ നിഷ്കളങ്കമായ സ്നേഹത്തോടുകൂടെ ജീവിത പങ്കാളിയെ സ്വീകരിക്കാനായിട്ട് അവർക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. അതിൻ്റെ ഒരു പരിധിവരെ കാരണം മാതാപിതാക്കളാണെന്നുള്ള കാര്യം ആണ് വചനം പഠിപ്പിക്കുന്നത്. കാരണം ദൈവത്തിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും മക്കളെ, തലമുറകളെ പഠിപ്പിക്കാനായിട്ട് ദൈവം ഉത്തരവാദിത്തം ഏൽപ്പിച്ചു വെച്ചിരിക്കുന്നത് മാതാപിതാക്കളെയാണ്. മക്കളെ ജനിപ്പിച്ചാൽ മാത്രം പോരാ, അവരെ ആത്മീയമായി നേടിയെടുക്കാൻ വേണ്ട കാര്യം മാതാപിതാക്കൾ ചെയ്യണമെന്നാണ് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. 128 സങ്കീർത്തനം 3 പറയുന്നത് പോലെ, നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ആയിരിക്കും. അനുഗ്രഹീത കുടുംബത്തിൽ ഒരു പിതാവിനും മാതാവിനും ചുറ്റും, മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ മക്കൾ ഉണ്ടായിരിക്കും. അവരെ ദൈവത്തിൻ്റെ വചനത്തിലും ദൈവത്തിൻ്റെ ചട്ടങ്ങളിലും പ്രമാണങ്ങളിലും ദൈവഭയത്തിലും ദൈവത്തിൻ്റെ പരിശുദ്ധിയിലും അവരെ വളർത്തിക്കൊണ്ടുവരാൻ മാതാപിതാക്കൾക്ക് കഴിഞ്ഞാൽ ആ മക്കളൊന്നും കൈവിട്ട് പോവുകയില്ല. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി ഏറെ പ്രാർത്ഥിക്കണം. ഒപ്പം മക്കൾ അറിഞ്ഞിരിക്കണം ഒരു കുടുംബത്തിൽ മക്കളുടെ സ്ഥാനം എന്താണ്, ഞങ്ങളുടെ സ്ഥാനം എന്താണ് എന്ന് മനസ്സിലാക്കിയിരിക്കണം. ദൈവഭയത്തോടെ ജീവിക്കാൻ മക്കൾ പരിശ്രമിക്കണം. വിലാപങ്ങളുടെ പുസ്തകത്തിൽ നമുക്കേറെ സുപരിചിതമായ വചനമാണ്, ഒരു വലിയ വിലാപമാണ് 4-ാം അധ്യായത്തിൽ 2-ാമത്തെ വാക്യം. അവിടെ വചനം പറയുകയാണ്, സ്വർണം എങ്ങനെ മങ്ങിപ്പോയി, തങ്കത്തിന് എങ്ങനെ മാറ്റം വന്നു, വിശുദ്ധ മന്ദിരത്തിന്റെ കല്ലുകൾ വഴിക്കവലയ്ക്കൽ ചിതറിക്കിടക്കുന്നു. സിയോന്റെ അമൂല്യരായ മക്കൾ തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ളവർ കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടതെങ്ങനെ. കുറുനരികൾ പോലും കുഞ്ഞുങ്ങളെ മുലയൂട്ടുന്നു, എന്നാൽ എൻ്റെ ജനത്തിന്റെ പുത്രി മരുഭൂമിയിലെ ഒട്ടകപക്ഷിയെ പോലെ ക്രൂരയായി. സിയോന്റെ അമൂല്യരായ മക്കൾ, നമ്മുടെ മക്കളെ കുറിച്ച് പറയുന്നത് അവർ അമൂല്യരാണ് എന്നുള്ളതാണ്. വില മതിക്കാൻ കഴിയുകയില്ല.
ഒരു കുഞ്ഞിൻ്റെ വില അത് മാതാപിതാക്കൾക്കോ ഈ ലോകത്തിലുള്ളവർക്ക് ആർക്കുമോ അത് അളന്ന് തിട്ടപ്പെടുത്തുക സാധ്യമല്ല. വചനം പറയുന്നത് അമൂല്യരായ മക്കൾ എന്നാണ്. ആ അമൂല്യരായ മക്കൾ ഏകദേശം വചനത്തിൽ പറയുന്നത് തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ളവർ എന്ന് വെച്ചാൽ അതൊരു കമ്പാരിസണാണ്. ഏറ്റവും മൂല്യമുള്ള ഒന്ന് തങ്കം, തനി തങ്കം, അതിനോട് തുലനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയാണ്. കുറച്ചെങ്കിലും നമുക്ക് ബോധ്യപ്പെടാൻ വേണ്ടി ആത്മാവിൽ വെളിപ്പെടുത്തുന്നൊരു വചനമാണ്. തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന്റെ വിലയുള്ള മക്കൾ അവരിന്ന് കുശവന്റെ കരവേലയായ മൺപാത്രങ്ങൾ പോലെ ഗണിക്കപ്പെട്ടത്. അങ്ങനെ ഇന്ന് ലോകത്തിലേക്ക് നോക്കുക. ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വാർത്തയിൽ കണ്ടല്ലോ, തേങ്ങ പൊതിക്കാനാണ് എന്ന് പറഞ്ഞ് പോയി വെട്ടുകത്തി വാങ്ങിച്ചു കൊണ്ടുവന്ന് ജനിപ്പിച്ച അമ്മയുടെ കഴുത്ത് വെട്ടി മാറ്റിയ മകൻ. ഈ കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ വന്ന വാർത്തയാണ് പ്രിയപ്പെട്ടവരെ. ജനിപ്പിച്ച മാതാപിതാക്കളെ കൊല്ലുന്ന മക്കള്. ഒരുപക്ഷെ മക്കൾക്ക് ഇന്ന് പ്രത്യേകിച്ച് മാതാപിതാക്കള് ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഒരു സായാഹ്നത്തിൻ്റെ അവസ്ഥയിലെത്തി നിൽക്കുകയായിരിക്കും. അവരുടെ ചോരത്തിളപ്പിൻ്റെ കാലഘട്ടമെല്ലാം അവരും ഒരുപക്ഷെ തങ്ങളുടേതായ വഴികളിലൂടെ ഓടിയതിൻ്റെ ഒരു ചരിത്രമുണ്ടാകും. ദൈവത്തിന് വേണ്ടത്ര ഹൃദയത്തിലും ജീവിതത്തിലും സ്ഥാനം കൊടുക്കാതെ ഓടിയ മാതാപിതാക്കൾ, അവർക്ക് ജഡത്തിലുണ്ടാകുന്ന മക്കൾ, അവര് ഇപ്രകാരം തിന്മയുടെ സന്തതികളായി ഇന്ന് ലോകത്തിൽ വ്യാപരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും. മറ്റൊരു വീഡിയോ ഈ സമയങ്ങളിൽ ഒത്തിരി ആളുകൾ കാണുന്നുണ്ട്. ഒരു കോളേജിൽ ഒരു കുട്ടിയെ വിളിച്ച് അവിടുത്തെ പ്രിൻസിപ്പൽ, അധ്യാപകൻ സ്നേഹത്തോടെ ഉപദേശിക്കുമ്പോൾ രോഷത്തോടെ കസേരയെല്ലാം തട്ടിത്തെറിപ്പിച്ച് ചാടി എഴുന്നേറ്റ് ആ പ്രധാന അധ്യാപകന്റെ നേരെ കൈ ചൂണ്ടി നിന്നെ ഞാൻ കൊല്ലും എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയുടെ, ടീനേജ് പ്രായക്കാരനായ വിദ്യാർത്ഥിയുടെ വീഡിയോ ഇന്നേറെ വൈറലായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ സ്കൂളുകളിൽ, കോളേജുകളിൽ പഠിക്കുന്ന മക്കളുടെ അവസ്ഥകൾ എന്താണ് പ്രിയപ്പെട്ടവരെ? ഒരുപക്ഷെ നമുക്ക് ദേവാലയങ്ങളിൽ പോലും, മതപഠന ക്ലാസ്സുകളിൽ പോലും നമുക്ക് കുഞ്ഞുങ്ങളെ അനുസരണത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് കഴിയുന്നുണ്ടോ? കുടുംബങ്ങളിൽ അവരെ നമുക്ക് അനുസരണത്തിൽ വളർത്താനായിട്ട് നമുക്ക് കഴിയുന്നുണ്ടോ? അതിന് പല പല കാരണങ്ങളാണ്. പല കുടുംബങ്ങളിലും ആകെ ഒരു കുഞ്ഞേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ഉള്ളൂ. മാതാപിതാക്കൾക്ക് തന്നെ കുടുംബ പ്രാർത്ഥനയ്ക്ക് താല്പര്യമില്ലാത്ത കുടുംബങ്ങളാണ് ഏറെയും. വൈകുന്നേരമായാൽ ഏതെങ്കിലും ലോകത്തിൻ്റെ രീതിയിലുള്ള സിനിമകളോ മറ്റു കാര്യങ്ങളോ ഈ ടെലിവിഷനിലും കണ്ട് അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് ഇരിക്കുന്ന മാതാപിതാക്കള്, അങ്ങനെയുള്ള കുടുംബങ്ങളിൽ വളർന്നു വരുന്ന കുഞ്ഞുമക്കളുടെ അവസ്ഥകൾ പ്രകാരമായിരിക്കും പ്രിയപ്പെട്ടവരെ. നമ്മുടെ കുടുംബത്തിൽ നമുക്ക് തന്നെ ആധ്യാത്മികതയിൽ നമുക്ക് അടിയുറയ്ക്കാനും ഒപ്പം മക്കളെ ആത്മീയതയുടെ ഓരോ സ്റ്റെപ്പുകളും കയറ്റി വളർത്തിക്കൊണ്ടുവരാനും കരം പിടിച്ച് അവരെ വളർത്തിക്കൊണ്ടുവരാനും മാതാപിതാക്കൾക്ക് കഴിയണം. എന്നാലാണ് നമ്മുടെ കുടുംബങ്ങൾ അനുഗ്രഹീത കുടുംബങ്ങളായി മാറുക. ഒരപ്പൻ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, ഒരമ്മ വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചാൽ മാത്രം പോരാ, മക്കളും വിശുദ്ധിയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചാലാണ് കുടുംബത്തിൻ്റെ കെട്ടുറപ്പ് അത് നിലനിൽക്കുകയുള്ളൂ. അതല്ല എങ്കിൽ അന്തഃഛിദ്രത്തിൻ്റെ അരൂപി പ്രവർത്തിക്കുകയും കുടുംബം ബന്ധങ്ങൾ ഛിന്ന ഭിന്നമാവുകയും ചെയ്യും. വളർന്നു വരുന്ന കാലഘട്ടങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾ ഒത്തിരിയേറെ ലഹരിയുടെ അടിമത്തങ്ങളിലേക്ക് പോകുന്നുണ്ട്. അവർ പോകുന്ന വഴിത്താരകളും അവരുടെ കൂട്ടുകെട്ടുകളും അവര് ഏറ്റവും കൂടുതൽ എന്താണ് അവർ ആഗ്രഹിക്കുന്നത്, എവിടെയായിരിക്കാനാണ്, ആരോടുകൂടെ ആയിരിക്കാനാണ്, അവർക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുണ്ടോ, ഇതെല്ലാം അന്വേഷിക്കാനും അവരെ പടിപടിയായി തിരുത്താനും നന്മകൾ പറഞ്ഞു കൊടുക്കാനും ആവശ്യമെങ്കിൽ ശിക്ഷണത്തിൻ്റെ വടികളെടുക്കാനും മാതാപിതാക്കൾ തയ്യാറാകണം. അങ്ങനെയാണ് മക്കളെ നമുക്ക് നേടിയെടുക്കാനായിട്ട് കഴിയുള്ളൂ. ശിക്ഷണത്തിൻ്റെ വടി ഭോഷത്വത്തെ അകറ്റുമെന്ന് സുഭാഷിതങ്ങളുടെ വചനം പറയുന്നത്. ശിശുക്കളുടെ മനസ്സിൽ ഭോഷത്വം കെട്ടുപിണഞ്ഞു കിടക്കുന്നു, ശിക്ഷണത്തിൻ്റെ വടി അതിനെ അകറ്റുന്നു.
മക്കളെ നമുക്ക് നേടിയെടുക്കാനായിട്ട് നമുക്ക് കഴിയണം. മക്കൾ തന്നെ മനസ്സിലാക്കുക, ഒരു കുടുംബത്തിൽ മാതാപിതാക്കളെ അനുസരിക്കുന്ന വിധേയത്വത്തിൻ്റെ ഒരു ജീവിതത്തിൻ്റെ ഉടമകളായി മക്കൾ മാറണം. അത് മക്കൾ തന്നെ അത് അറിഞ്ഞിരിക്കണം. വിലാപങ്ങളുടെ പുസ്തകം തന്നെ 1-ാം അധ്യായം അതിൻ്റെ 16-ാമത്തെ വാക്യം. ഇവ മൂലം ഞാൻ വിലപിക്കുന്നു, എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നു. എനിക്ക് ധൈര്യം പകരാൻ ഒരാശ്വാസകൻ അടുത്തില്ല. ശത്രുക്കൾ ജയിച്ചതിനാൽ എൻ്റെ മക്കൾ അഗതികളായി. സിയോൻ കൈ നീട്ടുന്നു, അവളെ ആശ്വസിപ്പിക്കാൻ ആരുമില്ല. യാക്കോബിന്റെ അയൽക്കാർ അവന്റെ ശത്രുക്കളായിരിക്കണമെന്ന് കർത്താവ് കൽപ്പിച്ചിരിക്കുന്നു. ജെറുസലേം അവരുടെ ഇടയിൽ മലിനയായിരിക്കുന്നു. കർത്താവിന്റെ പ്രവൃത്തി നീതിയുക്തമാണ്. ഞാൻ അങ്ങയുടെ വചനത്തെ ധിക്കരിച്ചു. ജനതകളെ കേൾക്കുവിൻ, എൻ്റെ ദുരിതങ്ങൾ കാണുവിൻ. എൻ്റെ തോഴിമാരും എൻ്റെ യുവാക്കളും നാടുകടത്തപ്പെട്ടു. എനിക്ക് ധൈര്യം പകരാൻ ഒരാശ്വാസകൻ അടുത്തില്ല. ശത്രുക്കൾ ജയിച്ചതിനാൽ എൻ്റെ മക്കൾ അഗതികളായി. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മുടെ കുടുംബജീവിതത്തിൽ പലവിധത്തിൽ സ്വാധീനം ചെലുത്തി കടന്നു വരുന്ന പൈശാചികമായ അടിമത്തങ്ങൾ മക്കളുടെ ജീവിതങ്ങളെ താറുമാറാക്കുമെന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് മക്കളെ, കുടുംബത്തിൽ നമ്മുടെ സ്ഥാനം ദൈവം ആഗ്രഹിക്കുന്നത് ദൈവവചനത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പരിശ്രമിക്കണമേ. പ്രഭാഷകന്റെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം, മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. അവിടുന്ന് പുത്രിമാരുടെ മേൽ പുത്രന്മാരുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചിരിക്കുന്നു. അമ്മയ്ക്ക് അപ്പന് മക്കളെ ഉപദേശിക്കാനും അവരെ തിരുത്താനും ശാസിക്കാനും ദൈവമാണ് അധികാരം ഉറപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് മക്കൾ മാതാപിതാക്കൾക്കെതിരെ സ്വരമുയർത്താനോ കരമുയർത്താനോ പാടില്ല. പ്രഭാഷകൻ 3:2, മക്കൾ പിതാവിനെ ബഹുമാനിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഒരുപക്ഷെ മക്കളുടെ അത്രത്തോളം വിദ്യാഭ്യാസമോ അറിവോ കഴിവുകളോ ഒന്നും തന്നെ മാതാപിതാക്കൾക്ക് ഇല്ലെങ്കിൽ പോലും മക്കൾ മാതാപിതാക്കൾക്ക് വിധേയപ്പെട്ടു നിൽക്കാനാണ് കർത്താവ് ദൈവവചനത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. മക്കളുടെ മേൽ അമ്മയ്ക്കുള്ള അവകാശം ഉറപ്പിച്ചത് ദൈവമാണ്. മാതാപിതാക്കളെ നമ്മൾ അനുസരിക്കാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പ്രമാണമാണ് നമ്മൾ ലംഘിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ആരാധനയിൽ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. യുവത്വത്തിൻ്റെ ചോരത്തിളപ്പിൽ ഓടുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തെ മറന്ന് ഓടാൻ ഇടവരുത്തരുത്. നമ്മുടെ ഏറ്റവും ആശ്വാസവും നമുക്ക് ആനന്ദം കിട്ടുന്ന ഇടവും നമ്മുടെ കുടുംബമായിരിക്കട്ടെ. മാതാപിതാക്കളോടൊപ്പം ആയിരിക്കുന്നതിൽ ആനന്ദം കണ്ടെത്തുക. ഇന്ന് മറിച്ച് കൂടുതലും കുട്ടികൾ സന്തോഷം കണ്ടെത്തുന്നത് ഏത് പാതിരാത്രിയിലും അവർ ചില സങ്കേതങ്ങളിലാണ് അവർ അഭയം കണ്ടെത്തുന്നത്. ഒത്തിരിയേറെ പബ്ബുകളും അതിനുള്ള സാധ്യതകളും ഒക്കെ ലോകം മുഴുവൻ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. പുറത്തു പോകുന്ന നമ്മുടെ മക്കളൊക്കെ അവരാനന്ദം കണ്ടെത്തുന്നത്, സന്തോഷത്തോടെ കൂട്ടുകൂടുന്നത് അവർ ഒരുപാട് തിന്മയുടെ സ്വാധീനമുള്ള ഇടങ്ങളിലാണെന്ന് നമ്മൾ അറിയണം. അതിലൂടെ തന്നെ ഒരിക്കൽ ഉപയോഗിച്ചാൽ തന്നെ അതിനടിമത്തം ഉണ്ടാക്കിയേക്കാവുന്ന മാരകമായ അഡിക്ഷൻ കൊണ്ടുവരുന്ന ഡ്രഗ്സിൻ്റെ ഉപയോഗം ഇന്ന് വർദ്ധിച്ചു വരുന്ന കാലഘട്ടമാണ്. അതുകൊണ്ട് മക്കളെ, നമ്മുടെ പഠനത്തിന് വേണ്ടത്ര പ്രാധാന്യം നൽകി ഭാവി ജീവിതത്തെക്കുറിച്ചുള്ള വിശുദ്ധമായ സ്വപ്നങ്ങൾ നെയ്തുകൊണ്ട് കുടുംബത്തിൽ മാതാപിതാക്കളുടെ വിധേയത്വത്തിൽ അനുസരണത്തിലും വിശുദ്ധിയിലും വളർന്നു വരാൻ മക്കൾ ആഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥനയോടെ ഓർമ്മപ്പെടുത്തുന്നു. നമുക്കൊരു നിമിഷം കരങ്ങളിൽ അതിനകത്ത് പിടിച്ച് ദൈവത്തിൻ്റെ
പ്രത്യേകമായ ദാനവും സമ്മാനവുമായ മക്കളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മാതാപിതാക്കൾക്ക് മക്കളെ നന്നായി വളർത്താനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. കുടുംബത്തിൽ മക്കൾക്ക് വിശുദ്ധിയിലും പ്രാർത്ഥനയും വളർന്നു വരാനുള്ള കൃപ ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന നമ്മൾ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെയും തലമുറകളെയും കുഞ്ഞുമക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആത്മീയമായ മക്കളെ നേടാനുള്ള കൃപ മാതാപിതാക്കൾക്ക് നൽകണമേ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഏതെങ്കിലും തരത്തിലെ ലോകത്തിന്റെ, പാപത്തിന്റെ, ശാപത്തിന്റെ, പൈശാചികമായ അടിമത്തങ്ങളിൽ, കെട്ടുകളിൽ ഒക്കെ കഴിയുന്ന കുഞ്ഞുമക്കളെ കർത്താവേ, രാത്രിയിൽ അങ്ങയുടെ കരുണയാലും കൃപയാലും അങ്ങ് നേടിയെടുക്കണമേ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. നിത്യനരകത്തിന്റെ ആധിപത്യത്തിൽ നിന്നും എല്ലാ കുഞ്ഞുമക്കളെയും, പ്രത്യേകിച്ച് യുവതി യുവാക്കളെയും വിടുവിക്കണമേ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ലോകത്തിന്റെ, മീഡിയയുടെ എല്ലാ അടിമത്തങ്ങളിൽ നിന്നും, പ്രത്യേകിച്ച് ജഡികതയുടെ, തെറ്റായ സ്നേഹബന്ധത്തിന്റെ, ലഹരി വസ്തുക്കളുടെ ഉപയോഗത്തിൽ നിന്ന് എല്ലാ യുവതി യുവാക്കളെയും കുട്ടികളെയും വിടുവിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവരുടെ കുടുംബജീവിതത്തിൽ അവർക്ക് വലിയ ആനന്ദവും വലിയ അനുഗ്രഹവും നൽകിയാൽ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹീത കുടുംബങ്ങളായി മാറട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹീത കുടുംബങ്ങളായി മാറട്ടെ. ഞങ്ങളുടെ കുടുംബങ്ങൾ അനുഗ്രഹീത കുടുംബങ്ങളായി മാറട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ, ആരാധിക്കുന്നു കർത്താവേ. കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. നീതിയിലും വിശുദ്ധിയിലും ജീവിക്കുവാനും മക്കളെ ദൈവഭയത്തിൽ വളർത്തുവാനും ഓരോ മാതാപിതാക്കൾക്കും കൃപ നൽകണമേ. മക്കൾ കൈവിട്ടുപോയതിന്റെ വേദനയിൽ കഴിയുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു. മാതാപിതാക്കൾക്കെതിരെ കരമുയർത്തുന്ന, സ്വരമുയർത്തുന്ന മക്കളെ സമർപ്പിക്കുന്നു. പലവിധ അടിമത്തങ്ങളിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. നാളുകളായിട്ട് കുടുംബത്തിലേക്ക് കടന്നു വരാത്ത മക്കളെ സമർപ്പിക്കുന്നു. മദ്യപാനത്തിനും ലഹരിയുടെ അടിമത്തങ്ങളിൽ കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഉത്തരവാദിത്തങ്ങൾ മറന്നു കഴിയുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഭാവിയെക്കുറിച്ചൊരു ചിന്തയുമില്ലാതെ ജീവിക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. തെറ്റായ സ്നേഹബന്ധത്തിലും ഒരുപാട് മ്ലേച്ഛതകളിൽ ജീവിക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മാതാപിതാക്കൾക്ക് കുടുംബത്തിന് സാമ്പത്തികമായ നഷ്ടമുണ്ടാക്കുന്ന മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കുടുംബങ്ങളിൽ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. തങ്ങളുടെ തൂക്കത്തിനൊപ്പം തങ്കത്തിന് വിലയുള്ള മക്കൾ, സിയോന്റെ അമൂല്യരായ മക്കൾ, കുശവന്റെ കയ്യിലെ കളിമൺ പാത്രം പോലെ ഗണിക്കപ്പെട്ട അവസ്ഥകളെ കാണണമേ കർത്താവേ. വഴിക്കവലകളിൽ ചിതറിക്കിടക്കുന്ന മക്കളെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആൻഷിൽ വിൻസെന്റ് നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. അശ്വതി PS, എൻ്റെ എല്ലാ കഷ്ടപ്പാടുകളും ദുരിതങ്ങളും തടസ്സങ്ങളും മാനസിക വിഷമങ്ങളും പൂർണ്ണമായി മാറുവാനും സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാനും വേണ്ടി ഗവൺമെൻറ് ജോലി കിട്ടുവാനും പ്രാർത്ഥിക്കണമേ. കിഷോർ K, പരീക്ഷകളെല്ലാം ജയിക്കുന്നു, പക്ഷേ ഇതുവരെ ഒരു ജോലിയും കിട്ടുന്നില്ല. ഈശോയെ എന്നെ സഹായിക്കണമേ, ജോലി നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അശ്വതി PS, സഹോദരൻ്റെ വിവാഹ തടസ്സം മാറി നല്ല വിവാഹം നടക്കുവാനും ഗവൺമെൻറ് ജോലി ലഭിക്കുവാനും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവുന്നതിനും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജോബി KK, ദൈവം തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി, ഞങ്ങളുടെ കുടുംബത്തിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി പറഞ്ഞ് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മോളി ജോസ്, ഈശോയെ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും എല്ലാ ആപത്തുകളിൽ നിന്നും ശത്രുക്കളിൽ ഉപദ്രവങ്ങളിൽ നിന്നും കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അശ്വതി PS, മിനി എബ്രഹാം, ഈശോയെ അനുഗ്രഹിക്കണമേ, പ്രാർത്ഥന കേൾക്കണമേ, സന്തോഷവും സമാധാനവും ഉള്ള നല്ല ജീവിതം ഉണ്ടാകുവാൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ബിന്ദു ഔസേപ്പ് നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. മാത്യു വെമ്പി, പ്രൈസ് ദി ലോർഡ്, നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജയ്മോൾ
Lord, deliver George from depression, anger, laziness and screen addiction. കർത്താവെ കരുണയുണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കൊരു വാതിൽ തുറന്നു തരണമേ. ലോർഡ് ഓപ്പൺ എ ഡോർ ഫോർ us. ജയ്മോൾ പ്രാർത്ഥിക്കുന്നു. എൻ്റെ ജീവിത പങ്കാളി മാനസാന്തരപ്പെടുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ബേബി വർഗീസ്. ലിസി മനോജ്, അമ്മേ എൻ്റെ മകനെ കാത്തുകൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഉറക്കം ലഭിക്കുവാൻ ലിസി മനോജ് പ്രാർത്ഥിക്കുന്നു. ഈശോയെ ഞങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് മാറ്റിത്തരണമേ എന്ന് ലിസി മനോജ് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളിക്ക് വേണ്ടി അസുഖം മാറുവാനായിട്ട് രോഗശാന്തിക്ക് വേണ്ടി ലില്ലി ഡേവിസ് പ്രാർത്ഥിക്കുന്നു. വിൻസി ബാബു നമ്മോട് ചേർന്ന് ഈശോയെ ആരാധിക്കുന്നു. യേശുവെ എല്ലാ ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും, എല്ലാ കെട്ടുകളിൽ നിന്നും, ബന്ധനങ്ങളിൽ നിന്നും, തടസ്സത്തിൽ നിന്നും വിടുതൽ നൽകണമേ എന്ന് ക്രിസ്വിൻ കേസി പ്രാർത്ഥിക്കുന്നു. ലില്ലി ഡേവിസ് ഭർത്താവിന്റെ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ജയ്മോൾ എല്ലാ തരത്തിലുള്ള വിടുതലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈശോയെ എൻ്റെ മകനെ അനുഗ്രഹിക്കണമേ എന്ന് ലിസി മനോജ് പ്രാർത്ഥിക്കുന്നു. ലോർഡ് ഹെൽപ്പ് us ടു ഗെറ്റ് ദ മണി ബാക്ക് സൂൺ. സാമ്പത്തിക തടസ്സം മാറുവാൻ വേണ്ടി ജയ്മോൾ നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ എൻ്റെ BP, ഷുഗർ, ക്രിയാറ്റിൻ എല്ലാ അസുഖങ്ങളും മാറുവാൻ വേണ്ടി ജോസ് പ്രാർത്ഥിക്കുന്നു. ലോർഡ് ഹാവ് മേഴ്സി. വിനോദ് ഈടി നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ കരുണയായിരിക്കണമേ. വിവാഹം നടക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സിബിൻ ബാബു. വിനോദ് ഈടി നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. സ്ഥലം വിൽപ്പന തടസ്സം നീക്കുവാനായിട്ട് വിനോദ് ഈടി നമ്മോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ട്രീസ പ്രേ ഫോർ. പഠനാവശ്യങ്ങൾക്ക് വേണ്ടി നമ്മളോടും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടുന്നു. എല്ലാവിധ അന്ധകാര ശക്തികളിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ ജയ്മോൾ പ്രാർത്ഥിക്കുന്നു. അനില കണ്ണൻ വളരെ നാളായി PSC പരീക്ഷകൾ എഴുതുന്നു. മാതാവേ, അതിൽ നിന്ന് ഗവൺമെന്റ് ജോലി തന്ന് അനുഗ്രഹിക്കണമേ. അതിലൂടെ സാമ്പത്തിക പ്രശ്നങ്ങൾ മാറ്റിത്തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തിരുരക്തം കൊണ്ട് എന്നെ കഴുകി വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോജി ജോസഫ്. നമുക്കൊന്ന് ചേർന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ജോസ് ഇക്കരേത്ത്. നല്ലൊരു ജീവിത പങ്കാളിയും ജോലിയും നൽകി അനുഗ്രഹിക്കണമേ എന്ന് മരിയൻ പ്രയേഴ്സ് നമ്മോട് പ്രാർത്ഥിക്കുന്നു. അനില കണ്ണൻ. മാതാവേ, എൻ്റെ കുഞ്ഞിനും ഭർത്താവിനും അസുഖങ്ങൾ മാറ്റി ആരോഗ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ നിയോഗങ്ങളെല്ലാം നമുക്കൊന്ന് ചേർന്ന് ഒരിക്കൽ കൂടി ഈശോയുടെ ദിവ്യകാരുണ്യത്തിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ദൈവ കുഞ്ഞാടേ ആത്മനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. കൊല്ലപ്പെട്ടവനെ ജീവനാഥനെ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. സ്നേഹതാതനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ ജീവാഗ്നിയേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. ഉത്തിതനായവനേ യേശുരാജനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ലോകരക്ഷകനേ പാപമോചകനേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ 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 ആമേൻ. ഹല്ലേലൂയാ 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 ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയാ ആമേൻ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. ആമേൻ ആമേൻ യേശുനാഥ. ആമേൻ ആമേൻ ദൈവപുത്ര. ആമേൻ
ആമേൻ. സർവശക്ത നിത്യപിതാവേ, ഹല്ലേലൂയ 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 ആമേൻ. ഹല്ലേലൂയ 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 ആമേൻ. ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ, ആമേൻ ആമേൻ യേശുനാഥ, ആമേൻ ആമേൻ ദൈവപുത്ര, ആമേൻ ആമേൻ സർവശക്ത നിത്യപിതാവേ. സ്തുതിക്കുന്നു സ്തുതിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. സ്തുതിക്കുന്നു 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 സ്തുതിക്കുന്നു. നന്ദി പറയുന്നു നന്ദി പറയുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു. പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരം ആരാധനയും സ്തുതിയും പുകഴ്ച ഉണ്ടായിരിക്കട്ടെ. നമുക്ക് നമ്മുടെ നിയോഗങ്ങളെ എല്ലാം സമർപ്പിച്ച് ഈശോയുടെ സന്നിധിയിൽ നമുക്ക് ഇനിയുള്ള സമയം പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ആരാധനയിലേക്ക് കടന്നു വന്ന നിയോഗങ്ങൾ എഴുതി അറിയിച്ച എല്ലാ മക്കളെയും ഒരിക്കൽ കൂടെ ഓർക്കുന്നു. ഇന്നേ ദിവസം ഈ ആരാധനാ ശുശ്രൂഷ ഏറ്റെടുത്ത് നടത്തുന്ന വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. മേരി ഫ്രാൻസിസ് ആണ് ഇന്നേ ദിവസം ഈ ആരാധന ഏറ്റെടുത്ത് നടത്തുന്നത്. താങ്ക്സ് ഗിവിംഗ് ആയിട്ടാണ്, നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഒപ്പം നിയോഗമായിട്ട് ദേഷ്യം മാറാനും പരിശുദ്ധാത്മാവ് നിറയാനുമായിട്ട് നിയോഗം എഴുതി അറിയിച്ചിട്ടുണ്ട്. നമുക്ക് മേരി ഫ്രാൻസിസിനെ പ്രത്യേകം നമുക്ക് സംബന്ധിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ആ സഹോദരിയും കുടുംബവും ഈ ആരാധനയിൽ പ്രാർത്ഥിക്കുന്നു. ഒപ്പം നിയോഗമായിട്ട് ദേഷ്യം മാറാനും പരിശുദ്ധാത്മാവ് നിറയാനുമായിട്ട് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു നിമിഷം ആ വ്യക്തിക്ക് വേണ്ടി, മേരി ഫ്രാൻസിസിന് വേണ്ടി, കുടുംബത്തിന് വേണ്ടി നിയോഗങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഒരു നിമിഷം ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. കർത്താവേ നിയോഗത്തെ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. യേശുവേ ആരാധന. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. യേശുവേ നന്ദി. കർത്താവ് രാത്രിയിൽ എല്ലാ ദൈവമക്കളെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 3:5. ഈശോയുടെ കരങ്ങളിൽ ശാന്തമായി വിശ്രമിക്കുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ദൈവമാതാവായ പരിശുദ്ധ അമ്മയോടും വിശുദ്ധ ഔസേപ്പിതാവിനോടും സകല വിശുദ്ധരോടും മാലാഖമാരോടും ചേർന്ന് നമുക്ക് ഈ കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ.